എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ലക്ഷ്മി പൂജ ടാരോ അബൻഡൻസിലേക്ക് ഏവർക്കും സ്വാഗതം. എന്റെ ആത്മാവിന് ഇപ്പോൾ ആവശ്യമുള്ള പാഠം എന്താണ് എന്നാണ് ഇന്ന് ഞാൻ ടാരോനോട് ചോദിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ റീഡിംഗ് നിങ്ങൾക്ക് കൂടിയുള്ളതാണ്. നിങ്ങളുടെ ആത്മാവിന് ആവശ്യമുള്ള പാഠം എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ എടുത്തിട്ടുള്ള കാർഡുകൾ, ആദ്യത്തെ കാർഡ് ആത്മാവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് പറഞ്ഞു തരുമ്പോൾ, രണ്ടാമത്തെ കാർഡ് നമ്മളിപ്പോൾ പഠിക്കേണ്ട ആദ്യത്തെ പാഠം അല്ലെങ്കിൽ മുഖ്യമായ പാഠം എന്താണെന്ന് പറഞ്ഞു തരും. മൂന്നാമത്തെ കാർഡ് ആ പാഠം സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എവിടെ എത്തും എന്ന് പറഞ്ഞു തരും. റീഡിങ്ങിലേക്ക് കടക്കാം. സാഹസികതയുടെ ഒരു എനർജിയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലും പുതുതായി പരീക്ഷിക്കണം, അടുത്ത പടിയിലേക്ക് പോകണം എന്നൊക്കെയുള്ള ഒരു തീപ്പൊരി നിങ്ങളുടെ ഉള്ളിൽ കത്തുന്നുണ്ട്. ചിലപ്പോൾ ഈ എനർജി വിചാരിക്കാതെ പ്രവർത്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കും. ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട പാഠം എന്താണെന്ന് നോക്കാം. ഡബിൾ കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും, അറ്റാച്ച്മെന്റ്, ഡിപ്പെൻഡൻസി ഇവയിലൊക്കെ കുടുങ്ങിക്കിടക്കുകയാണ്. ഇവയിൽ നിന്നൊക്കെ മോചിപ്പിക്കാൻ നിങ്ങൾ പഠിക്കണം, അല്ലെങ്കിൽ സ്വയം മോചിതനാവാൻ പഠിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ വിടാൻ പ്രയാസമുള്ള ചില കാര്യങ്ങൾ ഉണ്ടാവാം. അത് ചില ശീലങ്ങളാവാം, ബന്ധങ്ങളാവാം, ഭയം, സെൽഫ് ഡൗട്ട്. ഇവയിൽ നിന്നൊക്കെ സ്വയം മോചിതരാവാൻ പഠിക്കുക. ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്, നിങ്ങളുടെ ആത്മാവ് ആവേശത്തോടെ മുന്നോട്ട് പോവാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ നിങ്ങളുടെ ഉള്ളിലുള്ള ഭയം, ആത്മവിശ്വാസക്കുറവ് എന്നിവ നിങ്ങളെ പിടിച്ചു നിർത്തുന്നു, അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നതിനെ തടയുന്നു. നിങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ പ്രയാസമുള്ള കാര്യങ്ങൾ തിരിച്ചറിയുകയും അവയിൽ നിന്ന് മോചനം നേടാനുള്ള ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി മുന്നോട്ട് പോവുകയുമാണ് വേണ്ടത്. ഇവിടെ ഡെവിൾ കാർഡ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, നമ്മൾ ബന്ധപ്പെട്ട് കിടക്കുന്നു, ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് നമുക്ക് തോന്നുന്നതെങ്കിലും യഥാർത്ഥത്തിൽ നമ്മൾ തന്നെയാണ് ഈ ബന്ധനം നമുക്കുണ്ടാക്കിയിട്ടുള്ളത്. നമ്മളെ മോചിപ്പിക്കാൻ നമുക്ക് മാത്രമേ സാധിക്കുള്ളൂ. ഈ പാഠങ്ങളൊക്കെ സ്വീകരിച്ച് പഠിച്ച് മുന്നോട്ട് പോയാൽ ആത്മാവിന് സ്ഥിരത, ആഘോഷം, ആത്മീയമായ ഹോം കമ്മിങ് എന്നിവയാണ് ഇവിടെ നിന്ന് മനസ്സിലാവുന്നത്. അതായത് നിങ്ങളുടെ ശരിയായ ലൈഫ് പേർപ്പസിലേക്ക് നിങ്ങൾ എത്തും. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വിജയവും നിങ്ങൾക്ക് ഉറപ്പിക്കാം എന്നാണ് കാർഡ് നൽകുന്ന സന്ദേശം. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നന്ദി.